ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ഞാൻ സായിക്കുട്ടി ടാറ്റ ബൈ സി ഒക്കെ പറഞ്ഞിട്ടത് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെരിഞ്ഞനത്ത് വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ എന്നെ സായിക്കുട്ടിനെയും ഇരിഞ്ഞാലക്കുട ആക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ബൈക്കിന് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ പോകണം. തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സായിക്കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ പേജും കഴിഞ്ഞു, പിന്നെ ഡേറ്റും കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ചേച്ചിക്കും പാസ്പോർട്ട് പുതിയതായിട്ട് എടുക്കാനുണ്ട് കേട്ടോ, പേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇരിഞ്ഞാലക്കുട വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛൻ ഞങ്ങളെ ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ ചേച്ചി കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഇരിഞ്ഞാലക്കുട എത്താനാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സെയിം ബസ്സിൽ നമുക്ക് കയറാമല്ലോ. അപ്പോൾ ഞാനും സായിക്കുട്ടിയും കൂടെ ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേച്ചി വരുന്ന കാത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സായിക്കുട്ടിക്ക് ബസ്സിന് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലായിടത്തും ഞങ്ങൾ ബസ്സിനാണ് പോവാറ്. അപ്പോൾ സായിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിന് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ചേച്ചി വന്ന ബസ്സിൽ ഞങ്ങളും കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലിമിറ്റഡിൽ കയറിയിട്ട് തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ബസ് യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണല്ലേ. എനിക്ക് എന്തായാലും പണ്ട് സ്കൂളിൽ കോളേജിലൊക്കെ പോയിരുന്നപ്പം ഒരു ഫീലാണ് ഇത് തോന്നുന്നത്. അങ്ങ് ബസ്സിൽ ഇങ്ങനെ കുറേ പിടിച്ചൊക്കെ പോകണ്ടേ. അപ്പോൾ അതുപോലെ അപ്പോൾ സായിക്കുട്ടിക്കാണെങ്കിലും നല്ല ഇൻട്രസ്റ്റാണ് ബസ്സിൽ പോകാനായിട്ട്. അപ്പോൾ സായിക്കുട്ടിക്ക് സീറ്റൊന്നും കിട്ടാത്ത കാരണം നമ്മൾ ആ ഒരു പെട്ടിയുമൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സായിക്കുട്ടിക്ക് ചീരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, റെയിൽവേ ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓട്ടോ ഒന്നും വിളിക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് നടന്നു പോവാമെന്ന്. അങ്ങനെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടക്കുമ്പോഴാണ്ടോ ട്രെയിൻ പോണ ശബ്ദം കേട്ടത്. അങ്ങനെ ഓടിച്ചെന്ന് സായിക്കുട്ടിക്ക് ട്രെയിൻ പോണത് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ സായിക്കുട്ടി സത്യം പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പോൾ കയറണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഏട്ടൻ വരുമ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അങ്ങനെ നമ്മൾ ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിക്കാമെന്ന്. അപ്പോൾ സായിക്കുട്ടിക്ക് വിശക്കണേ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സായിക്കുട്ടിക്ക് ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. അതുപോലെ ഞങ്ങളും ഒരു ചായയും അതുപോലെ പഴംപൊരിയും കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ടൈം കിട്ടിയത് 11:30 കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 1:30 അത്യാവശ്യം കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ. പിന്നെ ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ അത്ര വലിയ പരിചയമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റാണ് കേട്ടോ, നമ്മുടെ കല്യാണിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അതാണെങ്കിൽ നല്ലതായി വിശ്വസിച്ച് കഴിക്കാമല്ലോ. നമ്മൾ കല്യാണിലൊക്കെ വരുമ്പോൾ സ്ഥിരം നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരൊക്കെ റൗണ്ട് അടിച്ചപ്പോൾ എത്ര ദൂരം പോകണമെന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എന്തായാലും അവിടെ പോയി. അപ്പം നമ്മൾ ഇവിടെ ഇന്ത്യ ഗേറ്റ് എത്തി കേട്ടോ. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും കല്യാണിൽ വരുമ്പോൾ കൂടിയാണ് കഴിക്കാറ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ചെന്നിരുന്നു. ഫുഡൊക്കെ വന്നു. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സായിക്കുട്ടി ഫ്രൈഡ് റൈസ് വേണമെന്ന് ഇന്നലെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെരിഞ്ഞനം വരെ എത്തണം. ചേച്ചിക്കാണെങ്കിൽ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ എന്തായാലും ഇരിഞ്ഞാലക്കുട വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ബസ് എടുത്ത് പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ശക്തനിലോട്ട് പോയി ബസ്സൊക്കെ കയറി കട്ട വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബസ് പോയി. പിന്നെ നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പെരിഞ്ഞനം ബസ്സൊക്കെ കയറി നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.